ഇറക്കുമതി ചുങ്കം കൂട്ടി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിരട്ടി നിർത്താൻ നോക്കുകയാണ് ട്രംപ് ഭരണകൂടം. ചൈന ഒഴിച്ചുള്ള മിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാൻ നിർബന്ധിതരായി. താരിഫ് ആയുധമാക്കി സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ സൈനിക രംഗങ്ങളിലെല്ലാം പഴയ ലോക പോലീസ് ചട്ടമ്പി പരിവേഷം തിരിച്ചു പിടിക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് നടക്കുന്നത്. ഗസയിലും യുക്രൈനിലും ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷത്തിലും വരെ തലയിട്ട് ഗോൾ അടിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും അത്തരം താല്പര്യങ്ങളാണ് ഉള്ളത്. ലോകത്തെ അടക്കി ഭരിക്കാനുള്ള മസിൽ പവർ എല്ലാം പുറത്തു കാണിക്കുമ്പോഴും അകത്ത് അത്ര കരുത്തരല്ല അമേരിക്ക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കൊടും കടക്കെണിയിൽ പെട്ടുകിടക്കുകയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോകുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. $36 ട്രില്യൺ അമേരിക്കയുടെ കടബാധ്യത. ഏകദേശം 3080 ലക്ഷം കോടി രൂപ വരും ഇത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും സ്വകാര്യ കമ്പനികൾക്കും തിരിച്ചടയ്ക്കാനുള്ളതാണ് അത്രയും ഭീമമായ തുക. വലിയൊരു പങ്കും അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് നൽകാനുള്ളത്. ഏകദേശം $27.2 ട്രില്യൺ വരും ഇത്. ഇതിൽ 42% അഥവാ $15.16 ട്രില്യൺ സ്വകാര്യ നിക്ഷേപകരും നിക്ഷേപ സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ടും പെൻഷൻ ഫണ്ടും സേവിംഗ് ബോൺസും എല്ലാം നൽകിയതാണ്. $7.36 ട്രില്യൺ ഗവൺമെന്റ് ഏജൻസികൾക്കും ട്രസ്റ്റുകൾക്കുമാണ് നൽകാനുള്ളത്. $4.63 ട്രില്യൺ US സെൻട്രൽ ബാങ്കിനും നൽകാനുണ്ട്. ബാക്കിയുള്ള $9.05 ട്രില്യൺ വിദേശ നിക്ഷേപകർക്കുള്ള കടമായി കിടക്കുകയാണ്. ശതകോടീശ്വരനായ വാറൻ ബഫറ്റാണ് സ്വകാര്യ വ്യക്തികളിൽ സർക്കാരിന് കടബാധ്യതയുള്ളവരിൽ മുന്നിലുള്ളത്. അദ്ദേഹത്തിന്റെ ബെർക്ക്ഷയർ ഹാത്വേക്ക് $314 ബില്യൺ US ട്രഷറി തിരിച്ചടയ്ക്കാനുള്ളത്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആഗോളതലത്തിൽ വൻ ആശങ്കകളാണ് ഉയരുന്നത്. യുഎസിലെ മുൻനിര ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളിലൊന്നും ആഗോള പ്രശസ്ത സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ മൂഡീസ് ഇക്കഴിഞ്ഞ മെയ് 16 നടത്തിയ ഒരു സുപ്രധാന നീക്കമാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗിനെ അഥവാ കടമെടുക്കൽ ശേഷിയെ നിർണ്ണയിക്കുന്ന സ്കോർ നില താഴ്ത്തിയിരിക്കുകയാണ് ഈ കമ്പനി. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി, കൃത്യമായി പറഞ്ഞാൽ 1919 മുതൽ AAA എന്ന ഏറ്റവും ഉയർന്ന സ്കോറിൽ നിന്ന് ഒരിക്കൽ പോലും അമേരിക്ക താഴോട്ടിറങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുന്നു. AA1 എന്ന സ്കോറിലേക്കാണ് അവരെ തരം താഴ്ത്തിയിരിക്കുന്നത്. അമേരിക്ക എന്ന ലോക സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയെ പിടിച്ചുകുലുക്കാൻ പോകുന്ന സുപ്രധാനമായൊരു നടപടിയാണിതെന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ചും വാങ്ങിയ വായ്പകളും കടങ്ങളും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതിലുള്ള കണിശതയും കൃത്യതയും നോക്കിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് നിർണ്ണയിക്കുന്നത്. വ്യക്തികൾ മുതൽ സ്ഥാപനങ്ങൾക്കും രാജ്യങ്ങൾക്കും വരെ സാമ്പത്തിക സ്ഥിതിയും അച്ചടക്കവും പരിശോധിച്ച് റേറ്റിംഗ് ഇടുന്നുണ്ട്. AAA ആണ് ഏറ്റവും മികച്ച സ്കോർ. പരിതാപകരമായ സ്ഥിതിയുള്ളവർക്കും പാപ്പരായവർക്കും നൽകുന്ന ഏറ്റവും മോശം സ്കോർ ഡിയുമാണ്. സാമ്പത്തിക ഇടപാടിൽ എത്ര കണിശതയും കൃത്യതയും പുലർത്തുന്നോ അത്രയും പണം തരാൻ മാർക്കറ്റിൽ ആളുകൾ വരി നിൽക്കും. റേറ്റിംഗ് അല്പം ഒന്ന് കുറഞ്ഞാൽ മതി, അങ്ങോട്ട് പോയി കടം ചോദിച്ചാലും കിട്ടാൻ ഇത്തിരി വിയർക്കും. ചിലപ്പോൾ ഒന്നും ലഭിക്കുകയുമില്ല. അമേരിക്കയും നേരിടാൻ പോകുന്നത് ഈ സ്ഥിതി തന്നെയാണ്. പണ്ടത്തെ പോലെ വായ്പ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളെ കിട്ടില്ല. നിക്ഷേപകർ കൂട്ടത്തോടെ US മാർക്കറ്റ് വിടുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയേക്കാം. അമേരിക്കൻ സമ്പദ്ഘടനയെ തന്നെ ഒരുപക്ഷെ തകർത്തു കളയാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയ്ക്കുന്ന ആദ്യത്തെ കമ്പനിയല്ല മൂഡീസ്. 2011 സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് ഫിനാൻഷ്യൽ സർവീസസിന് കീഴിലുള്ള S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ആണ് ആദ്യമായി റേറ്റിംഗ് കുറച്ചത്. 2023 ഫിച്ച് റേറ്റിംഗ്സും S&Pയുടെ പാത പിന്തുടർന്ന് സ്കോർ കുറച്ചു. ഈ സമയത്തൊന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. ഒടുവിൽ അന്താരാഷ്ട്ര പ്രശസ്ത റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി ആഗോളതലത്തിൽ കത്തുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ധനക്കമ്മി കുതിച്ചുയരാൻ തുടങ്ങിയിട്ട്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ വരവും ചെലവും തമ്മിലുള്ള അന്തരം. അത്രയും കാലത്തിനിടയിൽ മാറി വന്ന ഭരണകൂടങ്ങളും കോൺഗ്രസുകളും ഈ പ്രതിസന്ധി തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് മൂഡീസ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡിന് പിന്നാലെ പണപ്പെരുപ്പം കുത്തനെ ഉയർന്നതോടെ സർക്കാരിന്റെ കടബാധ്യത കാരണമുള്ള പലിശ ഭാരവും പിടിവിട്ട് ഉയരുകയാണ്. ഈ വർഷം $1 ട്രില്യൺ ആകും പലിശ ബാധ്യത. 2017 263 ബില്യൺ ആയിരുന്നിടത്ത് നിന്നാണ് ഈ കുതിച്ചുകയറ്റം. ട്രംപിന്റെ പുതിയ ടാക്സ് കട്ടുകൾ കൂടി വരുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും. 36 ട്രില്യണും കടന്ന് കടബാധ്യത കുതിച്ചുയരും. രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക വരവിന്റെ അല്ലെങ്കിൽ GDPയുടെ 122% ഇപ്പോഴത്തെ ബാധ്യത. ഓരോ US പൗരന്റെയും കടബാധ്യത $1.06 ലക്ഷം ആണെന്നും വേണമെങ്കിൽ പറയാം. ഓരോ 3 മാസം കൂടുമ്പോഴും $1 ട്രില്യൺ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയ തീരുവ നയങ്ങളും രാജ്യത്തെ സാമ്പത്തിക നയങ്ങളും എല്ലാം ആകുന്നതോടെ അത് കോടികൾ കടക്കാൻ അധികകാലം വേണ്ടിവരില്ലെന്നാണ് ബിസിനസ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്.
ഇനി എങ്ങനെ ഈ പ്രതിസന്ധി ഉടലെടുത്തു എന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷമായി, പ്രത്യേകിച്ചും ഒരു പതിറ്റാണ്ടായി സർക്കാർ ചെലവും ആദായ നികുതി വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ 2024 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി വരവിനേക്കാൾ $1.8 ട്രില്യൺ അധികമാണ് US ഭരണകൂടം ചെലവാക്കിയത്. തുടർച്ചയായി 5ാമത്തെ വർഷമാണ് വരവും ചിലവും തമ്മിൽ ഒരു നിലയ്ക്കും ഒത്തുപോകാതെ $1 ട്രില്യൺ മീതെ ധനക്കമ്മി വരുന്നത്. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനു ശേഷം 2019 പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് പ്രതിസന്ധി കൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ധനക്കമ്മി മറികടക്കാൻ സാധാരണ കൂടുതൽ പണം കടം വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, പ്രതിരോധം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി കടമെടുക്കാൻ US കോൺഗ്രസ് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയും കടന്നാൽ പിന്നീട് കടം വാങ്ങാൻ കഴിയില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഒന്നുകിൽ കോൺഗ്രസ് കടപരിധി ഉയർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യണം. ലോകത്തെ മിക്ക രാജ്യങ്ങളും കരുതൽ കറൻസിയായി ഡോളറിനെയാണ് ആശ്രയിക്കുന്നത്. ആഗോള വ്യാപാര ഇടപാടുകളുടെ വലിയൊരു പങ്കും നടക്കുന്നതും ഡോളറിലാണ്. ഭരണതലത്തിൽ ധനക്കമ്മി കുതിച്ചുയരുമ്പോഴും ഈ ഒരു ആനുകൂല്യത്തിലാണ് ഇത്രയും കാലം അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദിനംപ്രതി കടം 10 മടങ്ങ് ഇരട്ടിയായി കുതിച്ചു കയറുമ്പോൾ എത്ര കാലം ഇങ്ങനെ അതിജീവിക്കാനാകുമെന്നതാണ് പ്രസക്തമായ ചോദ്യം.